ഹലോ ഫ്രണ്ട്സ്, ഡ്രസ് മേക്കിംഗ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ അളവുകളാണ് ഒരു ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ അളവുകൾ ഇപ്പോൾ ഇത്രയെല്ലാം എന്താ പഠിക്കാനുള്ളത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് അത് ഈസിയാക്കി വിടാൻ പാടില്ല, അല്ലെങ്കിൽ അതൊരു നിസ്സാരാക്കി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി വിടാൻ പാടില്ല. കാരണം അത് എല്ലാം നമുക്ക് ഇനി തുടർന്നുള്ള എല്ലാ ക്ലാസ്സിലും ആവശ്യമുള്ളതാണ് ഈ അളവുകളെ പറ്റിയുള്ള ഒരു വിവരം. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിരുത്തി തന്നെ നോക്കി മനസ്സിലാക്കി, ശരിക്കും പറഞ്ഞാൽ ഒരു ബൈഹാർട്ടാക്കുന്ന പോലെ തന്നെ അത് മനസ്സിൽ ഒന്ന് ഉറപ്പിച്ച് വെക്കണം. കാരണം അതെല്ലാ ക്ലാസ്സിലേക്കും ആവശ്യമുള്ളതാണ്, എല്ലാ ഡ്രസ്സ് തയ്ക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണ് ആ അളവുകൾ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നമുക്ക് ഒരു ഡ്രസ്സ് നമ്മളെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്തിട്ട് നമുക്കൊരു വേറൊരു തുണിയിൽ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ അളവുകൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഇപ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള, അതായത് ട്യൂട്ടോറിയൽ നമ്പർ 2 കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് അതൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളതിലൊരു ടോപ്പ് ഉണ്ട്. ഈ ടോപ്പ് വെച്ചിട്ട് ഈ ടോപ്പിൻ്റെ അളവിൽ നമുക്കൊരു ടോപ്പ് തയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ എടുക്കേണ്ടതെന്നാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് അതിൻ്റെ ലെങ്ത്താണ്. ലെങ്ത്ത് എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഇവിടുന്ന് എടുക്കാൻ പാടില്ല, ഈ കഴുത്തിനോടുള്ള ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് ലെങ്ത്ത് എടുക്കേണ്ടതെന്ന്. അതിന് കാരണം എന്താ പറഞ്ഞാൽ, നമ്മളെ ബോഡീൻ്റെ ഷേപ്പ് അങ്ങനെയാണ്, ഷോൾഡർ ഭാഗം കുറച്ചൊന്ന് ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ചെരിവിനനുസരിച്ച് നമ്മൾ ഇവിടുന്നാണ് അളവെടുക്കുന്നതെങ്കിൽ നമ്മളെ ലെങ്ത്ത് തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും കുറവായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഈ കഴുത്തിനോട് ചേർന്ന ഭാഗത്തൊന്നായിരിക്കണം ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് ഇങ്ങനെ നീളത്തിൽ വെച്ച് ഇത് ഇങ്ങനെ നല്ല ടൈറ്റായി പിടിക്കണം, അതായത് വലിച്ചു പിടിക്കണം. വലിച്ചു പിടിച്ചിട്ട് നമുക്ക് എത്രയാണ് അളവ് കിട്ടിയത് ആ അളവ് നോക്കുക. 48 അത് നമ്മളിവിടെ എഴുതാം, ലെങ്ത്ത് 48. പിന്നെ നമുക്ക് രണ്ടാമതായി നോക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ തൂക്കിയിട്ടത്. ഇങ്ങനെ തൂക്കിയിടണമെന്നൊന്നുമില്ല, ടേബിളിൽ വെച്ചിട്ട് ഒന്നും വെലിഞ്ഞൊന്നും പോകാതെ കറക്റ്റ് വെച്ച് ഈ ഷോൾഡറിൻ്റെ അളവെടുക്കുക. അതായത് ഈ സ്ലീവ് ജോയിൻ ചെയ്ത് ഈ ഭാഗം മുതൽ ഈ സ്ലീവ് ജോയിൻ ചെയ്ത് ഈ ഭാഗം വരെ ഇത് ഇങ്ങനെ കറക്റ്റ് വെച്ച് വലിച്ചു പിടിക്കാതെ, അതായത് അത് ഷോൾഡർ വലിഞ്ഞു പോകാതെ കറക്റ്റ് അളവ് മാത്രം എടുക്കുക. അപ്പോൾ അതും ഇവിടെ എഴുതാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ വിഡ്ത്താണ് നോക്കേണ്ടത്. ചെസ്റ്റിൻ്റെ വിഡ്ത്ത് നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് ഷോൾഡർ വലിഞ്ഞു പോകാതെ എടുക്കണം എന്നാണ്. പക്ഷെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ നല്ല വലിച്ച് പിടിച്ചിട്ടാണ് എടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ടൈറ്റായി പിടിച്ചിട്ട് വലിച്ച് പിടിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതെത്രയാണ് കിട്ടുന്നതെന്ന് ഇവിടെ എഴുതാം. ഇനി അടുത്തതായിട്ട് വേസ്റ്റിൻ്റെ വിഡ്ത്താണ്. വേസ്റ്റ് വിഡ്ത്ത് വരുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ്, അത് നമ്മൾ ഈ ഷേപ്പ് ചെയ്തിട്ട് വരുന്ന ഈ ഏറ്റവും കുറവുള്ള ഭാഗത്ത്, ഇതും നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റ് വലിച്ചു പിടിച്ച പോലെ തന്നെയാണ് ഈ വേസ്റ്റിൻ്റെ ഭാഗവും നല്ല ടൈറ്റായി തുണി, അതായത് ടേപ്പല്ല തുണി, ഈ ഡ്രസ്സ് നല്ല ടൈറ്റായി. കാരണം ചുളിവും ഇതൊക്കെ ഉണ്ടെങ്കിൽ അളവുകൾ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിച്ചു പിടിക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടായിരിക്കണം ഇതും അളവെടുക്കുന്നത്. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് എത്രയാണ് കിട്ടുന്നത് അത് ഇവിടെ എഴുതാം. ഇനി ഹിപ്പിൻ്റെ വിഡ്ത്ത്. ഹിപ്പ് വിഡ്ത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, അതായത് ഈ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ്, ഇതാണ് സ്ലിറ്റ്, ഈ ഓപ്പൺ ഭാഗം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഈ ഹിപ്പ് വിഡ്ത്ത് എടുക്കേണ്ടത്. ഇതും അതേപോലെ തന്നെ നല്ല വലിച്ചു പിടിച്ചിട്ട് എടുക്കാം. അതായത് ടേപ്പും തുണിയും ഒക്കെ നല്ല ടൈറ്റായി പിടിച്ചിട്ടായിരിക്കണം എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ താഴത്തെ വീതി, ലോവർ വിഡ്ത്ത്.
താഴത്തെ വീതിയും ഇതുപോലെ നല്ല ടൈറ്റായി പിടിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ. അതായത് ഇഞ്ചാണ് നമ്മൾ അളവെടുക്കുന്നത്, അല്ലാതെ സെൻറ്റിമീറ്റർ അല്ല, ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അളവുകളൊക്കെ എടുക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് എടുക്കാനുള്ളത് സ്ലീവിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ സ്ലീവിന് ഈ മീതെ ഭാഗമാണ്, ഇത് താഴെ ഭാഗമാണ്. അപ്പോൾ ഈ മീതെ ഉള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ ലെങ്ത്ത് നോക്കേണ്ടത്. അതായത് ഈ കൈ ബോഡിയായി ജോയിൻ ചെയ്ത ആ ഭാഗം മുതൽ താഴെ വരെ നല്ല ടൈറ്റായി പിടിച്ചിട്ട് എടുക്കുക. ഇനി കൈയിൻ്റെ അടുത്ത അളവ് അപ്പർ വിഡ്ത്താണ്. പക്ഷെ അപ്പർ വിഡ്ത്ത് ഇപ്പം ഞാൻ ഇതിൽ അളവെടുക്കേണ്ട ആവശ്യമില്ല, അത് വേറൊരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇനി നമുക്ക് അളവായിട്ട് എടുക്കേണ്ടത് ഇതിൻ്റെ ലോവർ വിഡ്ത്ത് മാത്രമാണ്. ലോവർ വിഡ്ത്തും ഇതുപോലെ ടൈറ്റായി പിടിച്ചെടുക്കുക. 5.5. ഇനി അടുത്തതായി നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തുമാണ്. നെക്കിനൊരു സ്റ്റാൻഡേർഡ് അളവുണ്ട്. അതായത് നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 5, ലെങ്ത്ത് ഫ്രണ്ടിൽ 5, ബാക്കിൽ 2. പക്ഷേ അത് പിന്നെ എല്ലാവർക്കും അത് തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് വലിയ കഴുത്ത് വേണ്ടി വരും, ചിലർക്ക് ചെറുത് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വിഡ്ത്ത് നോക്കിയിട്ടും ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇത് വിഡ്ത്ത് നോക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഷോൾഡർ എടുത്ത പോലെ തന്നെ കഴുത്തിൻ്റെ വിഡ്ത്തും ഈ കഴുത്ത് കട്ട് ചെയ്ത ഭാഗം മനസ്സിലാകുന്നുണ്ടല്ലോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ വിഡ്ത്ത് എടുക്കാം. ഈ കഴുത്തിന് കട്ട് ചെയ്ത് പോയ ഭാഗം, അപ്പം അത് 7 അതോടെ നമുക്ക് വിഡ്ത്ത് എഴുതാം 7. ഇനി കഴുത്തിൻ്റെ ലെങ്ത്ത് എടുക്കൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടുന്ന് സ്ട്രെയിറ്റ് താഴേക്ക് നമ്മളെ ടേപ്പ് വെക്കാം. പിന്നെ കഴുത്തിൻ്റെ ലാസ്റ്റ് ഇതിനനുസരിച്ച് കഴുത്ത് ഇവിടെ ക്രോസ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സ്കെയിലോ പെൻസിലോ എന്ത് വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇവിടെ എത്രയാണ് നമുക്ക് ഈ ടേപ്പിൽ നമ്മളെ നമ്പർ ഇതിന് കണക്കായിട്ട് കാണുന്നത്, അതാണ് ഈ കഴുത്തിൻ്റെ ലെങ്ത്ത്. ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെ. ഇനി ബാക്കിലെ കഴുത്തും ഇതേപോലെ തന്നെ ടേപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വെക്കാം. അതിന് ശേഷം ക്രോസ് ആയിട്ട് എന്തെങ്കിലും സ്കെയിലോ പെൻസിലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ഈ ഇതിൽ ടേപ്പിൽ നമ്പർ എത്തുന്നത് ആ നമ്പറാണ് കഴുത്തിൻ്റെ ബാക്കിലെ ലെങ്ത്ത് ഫ്രണ്ട് 5, ബാക്ക് 2.5. ഇനി ഇപ്പോൾ ഇത് നമുക്ക് ഒരു ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞിട്ട് കിട്ടേണ്ട അളവുകളാണ് നമ്മൾ ഈ എഴുതിയതൊക്കെ. പക്ഷേ നമുക്ക് തയ്ക്കുമ്പോൾ കുറേ ഭാഗം പോവും. അതായത് ഓരോ സ്ഥലത്തും സ്റ്റിച്ച് ചെയ്യാൻ വേണം. ഇപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണം, സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല നമുക്ക് ഈ അളവുകൾ നമ്മൾ എടുത്തത് ഈ ഡ്രസ്സ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാണ്, ഇങ്ങനെ നിവർത്തി വെച്ച അളവുകളാണ് എടുത്തത്. പക്ഷെ നമ്മൾ തുണി കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ടല്ല, അതായത് ഇങ്ങനെ മടക്കിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ഇങ്ങനെ പകുതിയായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് 2 സൈഡും ഒരേപോലെ കിട്ടൂ. നിവർത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ അളവുകളൊക്കെ പകുതിയാക്കണം. അളവുകൾ പറയുമ്പോൾ ലെങ്ത്തിൻ്റെ അളവൊന്നും ചെയ്യണ്ട, പക്ഷേ ഈ വീതിക്ക് വരുന്ന അളവുകൾ, അതായത് ഇപ്പോൾ ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് വിഡ്ത്ത്, ലോവർ വിഡ്ത്ത്, അതായത് താഴത്തെ വീതി, ഇതൊക്കെ നമുക്ക് അതിനെ ഹാഫാക്കണം. കാരണം ഫുള്ളായിട്ട് അങ്ങനെയല്ല നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വീതിൻ്റെ അളവുകളൊക്കെ 2ആയിട്ട് അതായത് ഹാഫാക്കണം. അപ്പോൾ 2 കൊണ്ട് എല്ലാം ഡിവൈഡ് ചെയ്യുക, അതായത് ഹരിക്കുക. ഇപ്പോൾ ഈ 15-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5, 23-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11.5, 22-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11, 25-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12.5, 28-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അളവെടുത്തു, പിന്നെ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ഇങ്ങനെ ഇതിൻ്റെ പകുതി അളവായി.
അല്ലേ? ഇപ്പം നമ്മൾ എഴുതിയതൊക്കെ ഈ പകുതിൻ്റെ അളവാണ്. അപ്പോൾ നമ്മൾ ആ അളവിൽ തുണി മടക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നിവർത്തുമ്പോൾ നമ്മൾ ഈ ഫുൾ അളവ് കിട്ടും. അപ്പോൾ ഇനി ഇതിൽ ഇപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ വീതിൻ്റെ അളവൊക്കെ. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പം കുറേ ഭാഗം പോകുമല്ലോ. അപ്പോൾ അതിനുള്ളത് എത്ര കൂട്ടണം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ കൂടെ നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് പോവും സ്റ്റിച്ചിങ്ങിന്. അപ്പോൾ അത് നമുക്കിവിടെ കൂട്ടിക്കൊടുക്കാം. ഇത് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ST എന്ന് ഇടുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ ഷോർട്ടായിട്ട് എഴുതിയത്. ഇനി ലെങ്ത്തിൽ തന്നെയാണ് താഴെ വരുന്നത്. താഴെ മടക്കി അടിക്കാൻ നമുക്ക് വേണം. അപ്പോൾ താഴെ മടക്കി അടിക്കാൻ 1.5 ഇഞ്ച് കൂട്ടണം. അപ്പം പ്ലസ് 1.5 ഇത് ഫോൾഡിങ്ങിനാണ്. അപ്പോൾ ടോട്ടൽ 48 വര 1.5. അപ്പോൾ ടോട്ടൽ 50. അപ്പോൾ നമ്മൾ ഈ 50 അല്ലെങ്കിൽ 50 എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ 48 കിട്ടുള്ളൂ. കാരണം ഈ 1/2 ഇഞ്ച് മീതെ സ്റ്റിച്ച് ചെയ്യുന്നതിൽ പോവും, 1.5 ഇഞ്ച് താഴെ മടക്കുന്നതിൽ പോവും. ഈ ഷോൾഡറിന് നമുക്കിത് 15 ഫുൾ ഷോൾഡറാണ്. അതിനെ പകുതിയാക്കിയതാണ് 7.5. ഈ 7.5ൻ്റെ കൂടെ ഈ ഷോൾഡറും കൈയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് പോവും. ഈ കൈ ഷോൾഡറിൽ ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് വേണം. ആ 1/2 ഇഞ്ച് ഇവിടെ കൂട്ടിക്കൊടുക്കുക. ഇത് സ്റ്റിച്ചിങ്ങിനാണ്. അപ്പം ആകെ 8. ഇനി ചെസ്റ്റ്, പിന്നെ വേസ്റ്റ്, ഹിപ്പ്, പിന്നെ താഴത്തെ വീതി, ഇതിലൊക്കെ നമ്മൾ പിന്നെ ഷോൾഡറിന് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇതിലൊക്കെ നമ്മൾ 1 ഇഞ്ച് കൂട്ടണം സ്റ്റിച്ചിങ്ങിന്. കാരണം എന്താ പറഞ്ഞാൽ 1/2 ഇഞ്ച് ആകുമ്പോൾ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ 1 ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അഥവാ കുറച്ചൊന്ന് അത് ലൂസാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിന് 1 ഇഞ്ച് ഉണ്ടെങ്കിലേ അതൊരു വൃത്തിയിൽ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ 1 ഇഞ്ചാണ് സ്റ്റിച്ചിങ്ങിന് വേണ്ടി കൂട്ടേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ അതായത് ആദ്യം ഡ്രസ്സ് അളന്നെടുത്ത അളവാണ് ഇത്, പിന്നെ അതിനെ ഹാഫാക്കിയ അളവാണ് ഇത്, പിന്നെ അതിൻ്റെ കൂടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടത് കൂട്ടിയതിന് ശേഷം ലാസ്റ്റ് കിട്ടിയ അളവാണ് ഇത്. അപ്പം നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തുണിയിൽ മാർക്ക് ചെയ്യുന്നത് ഈ അളവുകളായിരിക്കും. ഈ അളവുകൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് എല്ലാം അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അളവുകൾ കിട്ടും. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത്, ഈ ബോഡി ലെങ്ത്ത് പോലെ തന്നെ സ്ലീവ് ലെങ്ത്തിലും ഈ സ്ലീവും ബോഡിയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ 1/2 ഇഞ്ച് പോവും. ആ 1/2 ഇഞ്ച് ഇതിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇത് സ്റ്റിച്ചിങ്ങിന്. പ്ലസ് ഇനി അതുപോലെ തന്നെ കൈയിൻ്റെ താഴെ മടക്കി അടിക്കാനും 1.5 ഇഞ്ച് വേണം. ആ 1.5 ഇഞ്ച് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടും കൂട്ടിക്കൊടുക്കാം. ടോട്ടൽ 21 പ്ലസ് 1/2 പ്ലസ് 1.5, അപ്പോൾ ടോട്ടൽ 22. അപ്പോൾ ഈ 22 എടുത്താൽ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ 22 അല്ല 23 എടുത്താൽ നമുക്ക് അടിച്ച് കഴിയുമ്പോൾ 21 കിട്ടും. ഇനി സ്ലീവിൻ്റെ അപ്പർ വിഡ്ത്ത് നമ്മൾ എടുത്തിട്ടില്ല അളവ്, അല്ലേ? ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. ഈ അപ്പർ വിഡ്ത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളത് ഇപ്പം നമ്മൾ മാത്സൊക്കെ പഠിക്കുമ്പോൾ കുറേ ചില ഫോർമുലകൾ പഠിക്കൂലേ, അതുപോലെയുള്ള ഒരു ഫോർമുലയാണ്. അതായത് നമ്മൾ ഈ ഷോൾഡർ നമുക്ക് കിട്ടിയത് എങ്ങനെയാന്ന് നോക്കാം. അതായത് ഈ ഷോൾഡർ ഫുൾ ഷോൾഡർ 15 അതിൻ്റെ ഹാഫാണ് 7.5. അപ്പോൾ ഈ 7.5 ഇവിടെ എഴുതാം. അതായത് ഹാഫ് ഷോൾഡർ, ഇത് ഹാഫ് ഷോൾഡറാണ്. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാൽ സ്ലീവിൻ്റെ അപ്പർ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഹാഫ് ഷോൾഡർ പ്ലസ് 1.5. ഈ ഹാഫ് ഷോൾഡർ ആൾക്കനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പം കുറച്ചുകൂടി പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് 4
4.5 5 ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ കൂട്ടേണ്ടത് 1.5 തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി തടിച്ച ആൾക്കാരാണെങ്കിൽ ഇതിപ്പം 8 8.5 ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും കൂട്ടേണ്ടത് ഈ 1.5 തന്നെയാണ്. അപ്പോൾ സ്ലീവിൻ്റെ അപ്പർ വിഡ്ത്ത് ഈക്വൽ ടു ഹാഫ് ഷോൾഡർ പ്ലസ് 1.5. ഇനി കൈയിൻ്റെ താഴത്തെ വീതി വരുമ്പോൾ ഇതും ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വിടണം. അപ്പോൾ അത് ഇതിൽ കൂട്ടി കൊടുക്കുക. സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് 6.5. ഇപ്പോൾ നമുക്ക് ബോഡീൻ്റെ അളവുകളുമായി സ്ലീവിൻ്റെ അളവുകളുമായി. സ്ലീവും ഈ അളവാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എല്ലാം കൂട്ടേണ്ടതും കുറക്കേണ്ടതും ഡിവൈഡ് ചെയ്യേണ്ടതും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടുന്ന അളവാണ് നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ അതിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് 7 കിട്ടിയത്. ഇതിലൊക്കെ നമ്മൾ കൂട്ടി കൊടുത്തതാണ് വിഡ്ത്ത് അടിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ നെക്കിൻ്റെ വിഡ്ത്തും നമ്മൾ പകുതിയാക്കണം. കാരണം നമ്മൾ ഇതിങ്ങനെ മടക്കുമ്പം നെക്കും കൂടി മടങ്ങുന്നുണ്ടല്ലോ. ഇങ്ങനെ പകുതിയാക്കുമ്പോൾ ഈ നെക്കിൻ്റെ വിഡ്ത്തും കൂടി പകുതിയാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പകുതിയാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ വരുന്നതന്നെ മറ്റേതിലൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൽ നെക്കിൻ്റെത് നമ്മൾ കുറക്കേണ്ടതാണ്. കാരണം എന്താ പറഞ്ഞാൽ നെക്ക് അടിക്കുമ്പോൾ പിന്നെയും നെക്ക് വലുതാകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ വലുതാവും. അപ്പോൾ അതുകൊണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് 1/2 ഇഞ്ച് കുറച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. 3 ബാക്കിയൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കുന്നതാണ്. പക്ഷേ നെക്കിൻ്റെ വിഡ്ത്ത് മാത്രം നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസമൊന്നും വരുത്തണ്ട. കാരണം നമുക്ക് എത്ര അളന്ന് കിട്ടുന്നത് അത് തന്നെ. കാരണം എന്താ പറഞ്ഞാൽ അത് ഇവിടെ അടിക്കുമ്പോൾ കുറയുന്നത് ഇതിൽ കറക്റ്റായി വന്നോളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമുക്ക് എത്ര അളന്ന് കിട്ടുന്നത് ആ അളവ് മാത്രം മതി. ഇനി നിങ്ങൾ ഒരു ടോപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അളവുകളൊക്കെ നിങ്ങൾ ഇതുപോലെ അളവെടുത്തിട്ട് എഴുതുക. അതിൽ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക, ഡിവൈഡ് ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യുക, മൈനസ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യുക. അങ്ങനെ വേണ്ട വിധത്തിൽ എഴുതുക. പക്ഷെ അതൊക്കെ നിങ്ങൾ എവിടെ എഴുതണം എന്ന് പറഞ്ഞാൽ ഞാൻ ട്യൂട്ടോറിയൽ നമ്പർ 1 ആവശ്യമുള്ള സാധനങ്ങളെ പറ്റി ഒരു വീഡിയോ ആ വീഡിയോയിൽ അങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണം. അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതിൻ്റെ ലിങ്കും കൂടി. അപ്പോൾ അത് നിങ്ങൾ കാണുക. എന്നിട്ട് ഈ ഗ്രാഫ് ബുക്ക് നിങ്ങൾ എന്തായാലും വാങ്ങണം. അപ്പോൾ ആ ഗ്രാഫ് ബുക്കിൽ ഇവിടെ ഗ്രാഫ് വരയ്ക്കാനുള്ള പേജാണ്. ഇവിടെ വെറുതെ ലൈനിട്ട് സാധാ പേജാണ്. അപ്പോൾ ഈ പേജിൽ നിങ്ങൾ അളവുകളൊക്കെ ഇതുപോലെ എഴുതി വെക്കുക. എന്നിട്ട് അത് കറക്റ്റാക്കി അതിൻ്റെ ആഡ് ചെയ്യേണ്ടതും ഒക്കെ ചെയ്തിട്ട് ശരിയാക്കി എഴുതി വെക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇടാം. ഞാൻ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ അത് ഒന്നുകൂടി വിശദീകരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ അളവുകളും അത് ഇപ്പോൾ കഴിഞ്ഞ 3 വീഡിയോകളും നന്നായി ഒന്ന് അതിൽ ആദ്യത്തേൽ കാര്യമായിട്ടൊന്നുമില്ല, സാധനങ്ങളെപ്പറ്റി മാത്രമാണ്. അപ്പോൾ രണ്ടാമത്തെയും 3-മത്തെയും വീഡിയോ നന്നായി ഒന്ന് കേട്ട് ശരിക്കൊന്ന് മനസ്സിരുത്തി മനസ്സിൽ ഒന്ന് തറവാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അതിൻ്റെ ഗ്രാഫും കട്ടിങ്ങും ഒക്കെയാണ് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം.